നമസ്കാരം. ഭരണകക്ഷിയായ ബി.ജെ.പിയെ തടയാൻ പലകുറി അവസരം ലഭിച്ചിട്ടും പ്രതിപക്ഷം അത് നഷ്ടപ്പെടുത്തിയെന്ന് രാഷ്ട്രീയ തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോർ കുറ്റപ്പെടുത്തി. ക്രിക്കറ്റ് മത്സരത്തിൽ ഫീൽഡർ ക്യാച്ച് ഉപേക്ഷിക്കുന്നതിനോടും കളിക്കാരൻ സെഞ്ചുറി നേടുന്നതിനോടും ഉപമിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പരാമർശം. നിങ്ങൾ ക്യാച്ചുകൾ ഉപേക്ഷിക്കുന്നത് തുടരുകയാണെങ്കിൽ ബാറ്റർ സെഞ്ചുറി നേടും, പ്രത്യേകിച്ചും അയാൾ ഒരു മികച്ച ബാറ്ററാണെങ്കിൽ എന്നാണ് പ്രശാന്ത് കിഷോർ പറഞ്ഞത്. ബി.ജെ.പി പിന്നാക്കാവസ്ഥയിലായപ്പോഴെല്ലാം ആ അവസരം മുതലെടുക്കുന്നതിൽ പ്രതിപക്ഷം, പ്രത്യേകിച്ച് കോൺഗ്രസ് പരാജയപ്പെട്ടു. അസമിലൊഴികെ മറ്റ് അസംബ്ലി തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെട്ടതോടെ 2015-16 തെരഞ്ഞെടുപ്പിൽ തരിശായ നിലം പോലെയായിരുന്നു ബി.ജെ.പി. പ്രതിപക്ഷം തന്നെയാണ് അന്ന് ബി.ജെ.പിക്ക് തിരിച്ചുവരവിനുള്ള അവസരം നൽകിയത്. ഇക്കുറി തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് പരാജയഭീതി ഉണ്ടായേക്കാം. പക്ഷേ അത് സാധ്യമാകണമെങ്കിൽ ബി.ജെ.പിയുടെ ശക്തികേന്ദ്രങ്ങളായ പ്രദേശങ്ങളിൽ 100 സീറ്റെങ്കിലും കുറയുമെന്ന് ഇന്ത്യ സഖ്യത്തിന് ഉറപ്പാക്കാൻ സാധിക്കണം. എന്നാൽ അത് നടക്കുമെന്ന് തോന്നുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2017 മാർച്ചിൽ നോട്ട് നിരോധനത്തിന് 4 മാസം ശേഷം നടന്ന ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി വൻ വിജയം നേടിയെങ്കിലും ഡിസംബറിൽ ഗുജറാത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ നേരിയ വ്യത്യാസത്തിലാണ് ബി.ജെ.പി ജയിച്ചത്. 2019 പൊതു തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ 2018 ഡിസംബറിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ബി.ജെ.പിയെ തോൽപ്പിച്ച് അധികാരത്തിലെത്തി. 2020 കോവിഡ് കാലത്ത് നടന്ന തെരഞ്ഞെടുപ്പിൽ ബംഗാൾ ബി.ജെ.പി തൃണമൂൽ കോൺഗ്രസിനോട് പരാജയപ്പെട്ടു. പ്രതിപക്ഷ നേതാക്കൾ അപ്പോൾ വീട്ടിലിരുന്ന് മോദിക്ക് തിരിച്ചുവരവിനുള്ള അവസരമൊരുക്കിയെന്നും ബി.ജെ.പി ദേശീയ അധ്യക്ഷൻ ജെ.പി നദ്ദ പറഞ്ഞതുപോലെ 370 സീറ്റ് പാർട്ടി നേടില്ല, മറിച്ച് 300-ലധികം സീറ്റുകൾ നേടാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും കൂട്ടിക്കുഴയ്ക്കരുതെന്ന് നേതാക്കൾക്കും കോൺഗ്രസ് പ്രവർത്തകർക്കും നേരത്തെ പ്രശാന്ത് കിഷോർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ബീഹാറിൽ ജൽസുരാജ് പദയാത്രയിൽ സംസാരിച്ചുകൊണ്ടാണ് അദ്ദേഹം നേരത്തെ ഈ മുന്നറിയിപ്പ് നൽകിയത്. തൊട്ടുതലേ വർഷം കർണാടക തെരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ടും 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു. രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും ബി.ജെ.പിയെ തറപറ്റിച്ചതിന് പിന്നാലെയാണ് 2019 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തോറ്റത്. 2012 യു.പിയിൽ സമാജ്വാദി പാർട്ടി വ്യക്തമായ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വന്നു. 2 വർഷത്തിന് ശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ.ഡി.എ 80-ൽ 73 സീറ്റ് നേടി ഉജ്ജ്വല വിജയം യു.പിയിൽ നേടി. 2011 ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിക്ക് വേണ്ടി വിജയകരമായി പ്രചരണ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചതോടെയാണ് പ്രശാന്ത് കിഷോർ ശ്രദ്ധ നേടുന്നത്. പിന്നീട് 2014 ദേശീയ തെരഞ്ഞെടുപ്പിൽ മോദി പ്രധാനമന്ത്രിയായപ്പോഴും പ്രശാന്ത് കൂടെയുണ്ടായിരുന്നു. നിതീഷ് കുമാർ, അരവിന്ദ് കെജ്രിവാൾ, എം.കെ. സ്റ്റാലിൻ, ജഗൻമോഹൻ റെഡ്ഡി, മമതാ ബാനർജി എന്നിവർക്കെല്ലാം വേണ്ടി പ്രശാന്ത് പ്രചരണ തന്ത്രങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ബംഗാളിൽ 2021 തൃണമൂൽ സർക്കാരിനെ അധികാരത്തിലേറ്റിയ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ശേഷം പ്രശാന്ത് കിഷോർ ഈ രംഗം വിടുകയായിരുന്നു. 1 വർഷം കഴിഞ്ഞ് ജൻസുരാജ് എന്ന പ്രസ്ഥാനം തുടങ്ങി. അതിനു മുൻപ് കോൺഗ്രസിനെ പുനരുദ്ധരിക്കാൻ വിശദമായ ചർച്ച നടത്തിയിരുന്നു. എങ്കിലും അദ്ദേഹവുമായി പാർട്ടി നയങ്ങൾക്ക് ഒത്തുപോകാൻ കഴിഞ്ഞില്ല.